ലക്ഷ്മിയെക്കുറിച്ചൊരു കാര്യം പറയാമെന്ന് പറഞ്ഞില്ലേ, ദാ ഇതും ഒരു കാര്യമാണ്. ഈ ഫോട്ടോ ഒന്ന് കണ്ടോളൂ കേട്ടോ. ഇത് ഒരു 59 വർഷം മുമ്പുള്ള ഫോട്ടോയാണ്. 59 ഇയേഴ്സ് ബാക്ക്. ഇതിൽ കാണുന്ന കുഞ്ഞു കുട്ടി അരവിന്ദാണ്. അരവിന്ദിൻ്റെ പപ്പയാണത്, കണ്ടോ. ഇതൊരു അബൻഡൻസിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ക്യാൻ യു സീ ദാറ്റ് വെഹിക്കിൾ? അപ്പുറത്ത് ഒരു ജീപ്പ്. ഇത് പപ്പ അന്നേ ഓടിച്ചു നടന്നിരുന്ന ജീപ്പാണ്. ഇതെന്തിനാണ് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, അരവിന്ദിൻ്റെ പപ്പ ഭയങ്കര നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളാണ്. ഈ കയ്യിലിരിക്കുന്ന കുഞ്ഞിന് കല്യാണം കഴിക്കുന്ന സമയത്ത് കാറ് വേണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, അതായത് അരവിന്ദിന്. അപ്പോൾ അരവിന്ദൻ്റെ ജോലി വന്നിട്ട് അപ്പോൾ ശരിക്കും ആയിട്ടുണ്ടായിരുന്നില്ല. വളരെ എന്താ പറയുക, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല ജോലി കിട്ടാനും നല്ലപോലെ എന്താ പറയുക ജീവിതം കൊണ്ടുവരണം എന്നൊക്കെ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും അത്ര. അപ്പോൾ എപ്പോഴും ബൈബിൾ വായിക്കും, അത് കഴിഞ്ഞ് ബൈബിളിലുള്ള വാചകങ്ങൾ നോക്കും. അങ്ങനെ ഭയങ്കര ഒരു സ്പിരിച്വലാണ് അരവിന്ദ്. എന്നെ കല്യാണം കഴിച്ചപ്പോൾ അവരിങ്ങനെ കാറ് കെട്ടി ഓടിച്ച് നടക്കാനായിട്ട് എപ്പോഴും ആലോചിക്കും അത്രേ. കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ എനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിനെ ഞാൻ എൻ്റെ കാറിലേ കൊണ്ടുപോകുള്ളൂ എന്ന് അരവിന്ദ് വിചാരിക്കുമായിരുന്നു എന്ന് എന്നോട് എപ്പോഴും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ നോക്കൂ. ഈ വണ്ടി അതിൻ്റെ പുറയിൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഈ ഫോട്ടോ കാണുമ്പോൾ ഓർക്കും, അന്ന് അത്രയും വർഷം മുമ്പ് ഈ മെമ്മറിയും നമുക്ക് വേണ്ടി എടുത്ത് വെച്ച് കണ്ടോ. അപ്പോൾ ഇത് ഒരു ലക്ഷ്മിയുടെ ഒരു കാര്യം ഞാൻ പറയണമെന്ന്. ലക്ഷ്മി ഈസ് ഓൾവേസ് ദെയർ. വാഹനങ്ങൾ, വീടുകൾ, ഇതെല്ലാം എന്ന് അബൻഡൻസ് ആണ്. നമ്മൾ ചിന്തിക്കണം. നമ്മളിതിലേക്ക് യാത്ര ചെയ്യുന്നതായിട്ടും നമ്മൾ ഇതിനകത്ത് നമ്മൾ എന്താ പറയുക, പെരുമപ്പെടുന്നതായിട്ടും നമ്മൾ പ്രൗഡായിട്ടും എല്ലാം വിചാരിക്കണം. എന്നിട്ട് അതേപോലെ നീ അച്ഛൻ എന്ത് ചെയ്യുമായിരുന്നെന്ന് അറിയോ? ആരെങ്കിലും വഴിനടക്കാർ പോകുന്നുണ്ടെങ്കിൽ ഇവരുടെ ആ കോളനിയിൽ, പിന്നെ ഇവർക്ക് കാർ വന്നു എപ്പോഴും കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു എന്ന്. ഇതൊക്കെ ഒരു നല്ല വൈബ്രേഷനായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എപ്പോഴും ഒരാൾക്ക് ലിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമല്ലേ. എല്ലാവർക്കും കാർ ഉണ്ടാവുമോ ആ സമയത്തൊക്കെ? അതുപോലെ എൻ്റെ അമ്മയ്ക്കുണ്ടായിരുന്നു ആ പരിപാടി. ഞങ്ങളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ വീടിൻ്റെ അപ്പുറത്ത് ആരൊക്കെയാണ് താമസിക്കുന്നത്, ആരെങ്കിലും ഒരാളെ ഗുരുവായൂരമ്പലത്തിൽ കൊണ്ടുപോകും ഞങ്ങളുടെ കാറിൽ കയറ്റിയിട്ട്. അല്ലെങ്കിൽ വീട്ടിലുള്ള നാരായണൻ ചേട്ടനെ കൊണ്ടുപോകും. നാരായണൻ ചേട്ടനെ കൊണ്ടുപോകുമ്പോഴൊക്കെ ഞങ്ങൾ വിചാരിക്കാറുണ്ട് കേട്ടോ, അയ്യോ ഇടിച്ചു കയറി ഇരുന്ന് പോകണോ അമ്മ, എന്തിനാ അമ്മ എല്ലാവരും വിളിക്കണേന്ന് ഞാൻ അന്ന് പറയാറുണ്ട്. പക്ഷെ അമ്മ ആരെങ്കിലും ഒരാളെ കൊണ്ടുപോയിരിക്കും. അമ്മ പറയണേ, അവർക്കൊന്നും ഇത്രയും ദൂരം ബസ് പൈസ പോലും കൊടുത്ത് പോകാൻ പറ്റില്ല മോളെ, നമ്മൾ എന്തായാലും ഈ വണ്ടി പോവാല്ലേ, അംബാസഡർ ആണല്ലോ, എത്ര പേർക്ക് വേണമെങ്കിലും പോവാം. പുറകിൽ 4 പേർക്ക് ഇരിക്കാം, മുമ്പിൽ ഡ്രൈവർ ഉൾപ്പെടെ 3 പേർക്ക് ഇരിക്കാം. പിന്നെ എന്തുകൊണ്ട് അവരെ കൊണ്ടുപോയിക്കൂടാ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കൊണ്ടുപോകുമായിരുന്നു ഞങ്ങൾ. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും. പരമേശ്വരൻ ചേട്ടൻ, നാരായണൻ ചേട്ടൻ, പിന്നെ വേറൊരു അപ്പു നായർ, ഇങ്ങനെ ആരെങ്കിലും, ഇങ്ങനെ ഓരോരുത്തരാട്ടോ, ആരെങ്കിലും ഒരാളെ മാറി മാറി. പാർക്കുട്ടി ചേട്ടത്തി, പിന്നെ പരമേശ്വരൻ ചേട്ടൻ്റെ ഭാര്യ വരാറുണ്ടെന്ന് തോന്നുന്നു, ഭാനുമതി ചേച്ചി, പിന്നെ പരമേശ്വരൻ ചേട്ടൻ്റെ അമ്മ, അങ്ങനെ അതൊക്കെ അപ്പുറത്തൊക്കെ ഉള്ള അച്ഛൻ്റെ കസിൻസിൻ്റെ മക്കളൊക്കെ ആട്ടോ അവരൊക്കെ. അപ്പോൾ ഇപ്പോൾ അവരൊന്നും ഇല്ല. പരമേശ്വരൻ ചേട്ടനൊക്കെ മരിച്ചുപോയി. പിന്നെ എന്തായിരുന്നു ഞാൻ പറയാൻ വന്നത്? അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ്, ലക്ഷ്മി നമ്മുടെ അടുത്തേക്ക് വരണമെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റണം. അപ്പോൾ മൈൻഡ് സെറ്റ് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ, ഒരു കുഞ്ഞ് എക്സാമ്പിൾ പെട്ടെന്ന് പറയാം കേട്ടോ. ഞാനിതൊരു 10 മിനിറ്റിൻ്റെ അകത്തുള്ള വീഡിയോ ആണ്. ആ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോവാണ്, ഒരു കൂട്ടം ആളുകളോട് കൂടി പോയിട്ട് അവിടെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബില്ലാണ് വന്നതെന്നിരിക്കട്ടെ, 500 രൂപ എന്നിരിക്കട്ടെ. ഒരു ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ പോയാൽ അത്രയല്ലേ വരുള്ളൂ. നമ്മൾ ഗ്രാബ് ചെയ്യണം ആ ബില്ല് എടുത്തിട്ട്, നമ്മൾ ഗ്രേസ്ഫുള്ളി നമ്മളത് പേ ചെയ്യണം. നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കൊടുക്കുന്നത്, സന്തോഷത്തോടു കൂടി കൊടുക്കണം. ഒരിക്കലും അവരത് പേ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. കാരണം എന്താണെന്നറിയോ, അത് നമ്മളുടെ ചാൻസാണ്. നമുക്ക് ലക്ഷ്മി തരുന്ന ഒരു ചാൻസാണ്. നമ്മൾ ലക്ഷ്മിയെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പറയും, ദൈവമേ ഞാൻ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാൻ വെച്ചിരുന്ന പൈസയാണല്ലോ എന്ന് ചിന്തിച്ച് കൊടുക്കരുത്. അതൊക്കെ വരും, ശരിയാകും എന്നുള്ള രീതിയിൽ നിങ്ങളത് കൊടുത്തു നോക്കൂ. അടുത്ത ദിവസം നിങ്ങൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനായിട്ട് പൈസ ഇല്ലെങ്കിൽ പത്രക്കടലാസ് വിറ്റാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാർഗ്ഗം വരും. വീട്ടിനകത്ത് നിൽക്കുന്ന ഒരു കായക്കൊല വെട്ടിയിട്ടോ എന്തെങ്കിലുമൊക്കെ വരുമാനം ഉള്ളവരാണല്ലോ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുള്ളൂ അല്ലേ, ഹോട്ടലിലൊക്കെ. അപ്പോൾ യു ഹാവ് ടു തിങ്ക് ഇൻ അബൻഡൻസ്. നമ്മൾക്ക് ഉണ്ട് എന്നുള്ള ഒരൊറ്റ ചിന്തയായിരിക്കണം എപ്പോഴും. ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കാനേ പാടില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 1500 രൂപയുടെ ആവശ്യമുണ്ട് നടത്താനായിട്ട്, പക്ഷേ 1390 രൂപയുള്ള കയ്യിലെങ്കിൽ നിങ്ങളത് എങ്ങനെയെങ്കിലും നടത്തി കഴിഞ്ഞിട്ട് 10 രൂപ ബാലൻസ് വന്നു എന്ന് വിചാരിച്ചോ, 1500 നിങ്ങളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചതാണ്. അപ്പം നിങ്ങൾ എന്താ പറയേണ്ടത്? ദൈവമേ ഞാൻ ഈ 1390 ഞാൻ ചിലവാക്കിയല്ലോ, ഈശ്വര ചിലവായി പോയല്ലോ എന്നല്ല പറയേണ്ട. 10 രൂപ ഞാൻ അതിൽ സേവ് ചെയ്തല്ലോ, അങ്ങനെയാണ് പറയേണ്ടത്. ഇതായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ഇങ്ങനെ മാറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. യു വിൽ ഹാവ് മണി ഇൻ യുവർ പേഴ്സ്.
എപ്പോഴും ഉണ്ടാകും. പൈസ എപ്പോഴും പേഴ്സിൽ വെക്കുകയും വേണം. പേഴ്സ് ഒരിക്കലും കാലിയായിട്ട് വെക്കരുത്. പിന്നെ പേഴ്സ് വെക്കുന്ന ഇടം പറ്റുമെങ്കിൽ ഒരു ട്രേ, നല്ല ട്രേ വെച്ചിട്ട് അതിൽ ചെറിയ കൃഷ്ണ വിഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച്, ചെറുത് കണ്ടിട്ടില്ല, ഞാൻ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കുക എപ്പോഴും. പേഴ്സ് അരവിന്ദിൻ്റെ വാലറ്റ് എപ്പോഴും അവിടെ കൊണ്ടുവന്ന് വെക്കാൻ ഞാൻ പറയും. അതേപോലെ നമ്മളുടെ സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു അലമാരി ഉണ്ടെങ്കിൽ അവിടെ വെക്കൂ. നിങ്ങളുടെ കുറച്ച് ചെറിയ ആഭരണങ്ങളും കമ്മലൊക്കെ ഇട്ട് വെക്കുന്ന അവിടെ വെക്കൂ. എന്നിട്ട് ഒരു കിഴി ഉപ്പ് എന്തെങ്കിലും ഒരു നല്ല ഭരണിയിൽ, ചെറിയ ഭരണികൾ കിട്ടൂലേ, വെളുത്ത ഭരണി, അതിൽ നിറച്ചിട്ട് അവിടെ വെക്കൂ. ദീപാവലിക്കൊക്കെ എല്ലാവരും അങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഞാനും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പം ഇവിടെ ചെറുതായിട്ടൊരു സ്പേസ് ഉള്ളൂ, ബട്ട് ഐ ഹാവ് കെപ്റ്റ് ഇറ്റ് വെരി ക്ലീൻ. പൈസ വെക്കുന്നിടം വളരെ പുനിതമായ സ്ഥലമാണെന്ന് പറയല്ലേ. അപ്പോൾ നമ്മൾ ക്ലീൻ ആക്കി വെക്കണം. നല്ല എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അവിടെ ക്ലസ്റ്റേർഡ് ആക്കരുത്. കണകുണാന്നുള്ള ബില്ലുകളും കണകുണാന്നുള്ള കാര്യങ്ങളൊന്നും നിങ്ങളുടെ പേഴ്സിനകത്തും വെക്കരുത്. യു ഷുഡ് ബി വെരി വെരി കെയർഫുൾ. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകാൻ നമ്മൾ സഹായിക്കും. അതേപോലെ തന്നെ ഈ ഷെയർ ഇട്ട് ജീവിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ ഒരാളുടെ കാര്യം പറഞ്ഞാണേ, ഒരാൾ 3-4 പേര് കൂടി ഷെയർ ഇട്ട് ജീവിക്കുകയായിരുന്നു. അത് ബോംബെയിലാണ് കേട്ടോ. അപ്പോൾ ബോംബെയിലാവുമ്പോൾ ഈ വളരെ പ്രയാസമാണല്ലോ, എല്ലാവർക്കും ചെറിയ തുച്ഛമായ വരുമാനമായിരിക്കും, പണ്ടത്തെ കാര്യമാണ്. അപ്പോൾ ഒരു 3-4 പേര് കൂടി ഷെയർ ഇട്ട് ജീവിക്കുമ്പോൾ ഈ ആരാണോ ആ ലീസ് എടുത്തിരുന്നത് ആദ്യം, പ്രായമുള്ള ആൾ, അയാൾ ഒന്നും ചെയ്യില്ല. ഈ ലീസിൻ്റെ ഒരു ചെറിയ ഭാഗം കൊടുക്കുമെന്നല്ലാതെ ഭക്ഷണത്തിൻ്റെ പൈസ കൊടുക്കില്ല, ജോലികൾ ചെയ്യില്ല. ബാക്കി വന്ന് വരുമല്ലോ കുറേ പേര് ജോലിയൊക്കെ അന്വേഷിച്ച്, അവരെ അങ്ങോട്ട് അടിമയാക്കും, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ ഭക്ഷണമൊക്കെ വിളമ്പി വെക്കുമ്പോൾ ഇദ്ദേഹം കൂടുതൽ ക്വാണ്ടിറ്റി എടുത്ത് കഴിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ബാക്കിയുള്ള 3 പേരും ആയിരിക്കും, ദൈവം നമ്മളിങ്ങനെ പറയാൻ പാടില്ല, ചേട്ടനാണ് നമുക്കിവിടെ ഇടം തന്നത്, എന്നാലും പറയാൻ പാടില്ലാത്തതാണ്, എന്നാലും മനസ്സിലിങ്ങനെ വരുന്നു 3 പേര് കൂടി പറയാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ ഒരു തരം നെഗറ്റിവിറ്റി അവിടെ ഉണ്ടാകാൻ തുടങ്ങിയെന്ന്. അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോഴില്ലേ ഈ മനുഷ്യന് പെട്ടെന്ന് റിട്ടയർ ചെയ്ത് പോകേണ്ടി വന്നു എന്ന്. കാരണം ഈ മനസ്സ് ശരിയല്ലായിരുന്നു. അവന്മാർ ചെയ്യട്ടെ, ഞാനല്ലേ അവർക്ക് സ്ഥലം കൊടുത്തിരുന്നു, അവർക്ക് ആ 3 പേർക്കും ജോലിയുമുണ്ട്, അവർക്ക് ആ സ്ഥലവും ഉണ്ടായി. അവരുടെ മനസ്സിനെ ഒന്ന് അത് ചൂഷണം ചെയ്തു. മനസ്സിലായോ? ഇയാൾ ഉപകാരം ചെയ്തുവെങ്കിലും അയാൾ ചൂഷണം ചെയ്തു. അപ്പം നമ്മുടെ മനസ്സിൽ ഈ ചൂഷണ മനോഭാവം ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഒരു സ്ത്രീയെ ഒരു പ്രാവശ്യം, ഒരു ലേഡി, ഞാൻ നല്ലപോലെ അറിയുന്ന ഒരു ലേഡിയാണ്, ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. അന്നൊക്കെ ഫോട്ടോസ് വന്നിട്ട് ഈ ഇത് വെച്ചിട്ടല്ലേ, എന്താ പറയണേ, കൊഡാക്കിൻ്റെ റോള് മേടിക്കണമല്ലോ നമ്മൾ, ക്യാമറ റോള് മേടിക്കുമ്പോൾ അതിൽ 30 33 ഒക്കെ ചെയ്യാൻ വെക്കും. അത് കഴിഞ്ഞ് അവർ കുറേ ഫോട്ടോസ് അവരുടെ എടുത്തു, ഒരു 6-7 എണ്ണം എന്തോ എടുത്തു. അതിനകത്ത് 6-7 10-12 എടുത്തു. ബാക്കിയെല്ലാം എൻ്റെയും എല്ലാം ഉണ്ടായിരുന്നു, ഞാനും കൂടെ ഉള്ള ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സ്ത്രീയിലെ അവർ മാത്രമുള്ള ഫോട്ടോ ഇങ്ങനെ എണ്ണിയിട്ട്, ഈ ഫോട്ടോ ഒരെണ്ണം കഴുകി വാങ്ങിക്കുന്നതിന് 7 രൂപയാണെങ്കിൽ 7x5 അവരുള്ള ഫോട്ടോസിൽ മാത്രം 7x5 30 രൂപ, എത്രയും 30 അല്ലേ, 35. എനിക്ക് ഭയങ്കര മോശമാണ് എൻ്റെ ഇപ്പോഴത്തെ എന്താ പറയുക കണക്ക് കാര്യങ്ങൾ. 35 അത് എടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് വെച്ചു അവിടെ മേശപ്പുറത്ത്. എന്നിട്ട് പറയാ, എൻ്റെ ഫോട്ടോയുടെ ചാർജാണ് കേട്ടോ, ഈസ് ദിസ് ഗുഡ്? ഞാനത് തിരിച്ചു കൊടുത്തിട്ട് ഒന്ന്, സാരമില്ല, നിങ്ങൾ ഫോട്ടോ എടുത്തോളൂ, അതിൻ്റെ പൈസ അങ്ങനെ തരരുത്. ഞാൻ പറയട്ടെ, ഇന്നും ആ സ്ത്രീക്ക് ഭയങ്കര ദരിദ്രമായ അവസ്ഥയാണ്. ദരിദ്രം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഇങ്ങനെ കഷ്ടിച്ച് എത്ര വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നതെന്ന് അറിയോ? ഒരു 28 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. അന്നും എൻ്റെ മനസ്സിലിങ്ങനെ വെച്ചേ, ഇതെന്താണ് ഇങ്ങനെ, ഇതൊരു ചീപ്പല്ലേ നമ്മളിങ്ങനെ വിചാരിക്കുന്നത്, നമ്മളുടെ റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അതിന് ഇങ്ങനെ ചെയ്യാമോ? അങ്ങനെയാണെങ്കിൽ അതിന് മൊത്തം പൈസ കൊടുക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ, ഇനിയിപ്പോൾ കൊടുക്കൂ കേട്ടോ, അങ്ങനെയും പറയാം. ഇത് ഇങ്ങനത്തെ ഒരു ഡിവിഷൻ ഓഫ് ഇതുണ്ടല്ലോ, അതും നന്നല്ല എന്നാണ് പറയുന്നത്. കാരണം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ കാണുകയാണ് അവരുടെ. കാരണം എന്താണെന്നറിയോ? ദാറ്റ് ഷോസ് ദർ തോട്ട് പ്രോസസ്. അവരതിൽ നിന്ന് ഇവോൾവ് ആയിട്ടുണ്ടാവില്ല ഇതുവരേക്കും. ദേ ട്രീറ്റ് പീപ്പിൾ ലൈക്ക് ദാറ്റ്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആളുകളെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇഷ്ടം പോലെ കൊടുക്കാൻ ശ്രമിക്കുക, നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. അതാണ് ലക്ഷ്മിയുടെ ഒരു പ്രത്യേകത. നമ്മുടെ ശ്രീ രവിശങ്കർ ഒരു ഭജൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഭജൻ പാടിക്കൊണ്ടിരിക്കും അത്രേ. സ്വാമി ഇങ്ങനെ, ഗുരുദേവ് ഇങ്ങനെ വരുമ്പോൾ ഭജൻ പാടിക്കൊണ്ടിരുന്നോളണം, ഇങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ ഭജൻ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു കുട്ടി ഓടി വന്നിട്ട് ഗുരുദേവിൻ്റെ അടുത്ത് കുറേ സ്വീറ്റ്സ് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഗുരുദേവ് ആ കുട്ടി ഓടി വരണുണ്ടോ അടുത്തേക്ക് വന്നപ്പോൾ, ഒരു 7 വയസ്സ് വരെ, ഒരു പിടി ഇങ്ങനെ എടുത്ത് കൊടുത്തു സ്വീറ്റ്സ്. ഇവൻ എന്തോ ചെയ്ത് നേരെ ഓഡിയൻസിലേക്ക് പോയിട്ട് ഇതെല്ലാം ആ സ്വീറ്റ്സ് അവിടെ കൊടുത്തിട്ടാവും പിന്നെയും വന്നു. അപ്പോൾ പിന്നെയും കൊടുത്തു ഗുരുദേവ്, പിന്നെയും പോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു, പിന്നെയും വന്നു. അങ്ങനെ ഒരു 5-6 പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ ഈ ഭജൻകാർക്ക് നിർത്താൻ പറ്റണില്ല, പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഓർഗനൈസർ എന്ന് പറഞ്ഞു, ഗുരുദേവ് ഹൗ ലോങ് യു ആർ ഗോയിങ് ടു ഗീവ് ദിസ് ലിറ്റിൽ ചൈൽഡ് എന്ന് പറഞ്ഞപ്പോൾ അല്ലേ ഗുരുദേവ് പറഞ്ഞു, ആസ് ലോങ് ആസ് ഹീ ഈസ് കണ്ടിന്യൂയിങ് ടു ഗിവ് ദാറ്റ്,
ആസ് ലോങ് ആസ് ഹി ഈസ് ഗോയിങ് ടു ഡിസ്ട്രിബ്യൂട്ടഡ് ഐ ആം ജസ്റ്റ് ഗോയിങ് ടു ഗിവ് ഹിം എന്ന്. അതാണ് ലക്ഷ്മിയുടെയും തത്വം എന്ന്. എത്രത്തോളം നമ്മൾക്ക് കിട്ടുന്ന ധനം നമ്മൾ വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നുവോ അത്രത്തോളം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുമെന്നാണ് ഭഗവത് വാക്യം. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി. പിന്നെ ഒരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ബൈ, സീ യു അഗെയിൻ ടുമോറോ.